നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നെഞ്ചിലും തൊണ്ടയിലും ഒരു കത്തുന്ന അനുഭവം. എത്രയോ പേരെ അലട്ടുന്ന പ്രശ്നമാണ് അസിഡിറ്റിയും നെഞ്ചിരിച്ചിലും. പലരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആന്റാസിഡുകൾ വാങ്ങിക്കഴിച്ച് താൽക്കാലികമായി അത് മാറ്റിവെക്കുന്നു. എന്നാൽ ഇത് ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ അത് GERD എന്ന അവസ്ഥയിലേക്കോ ദഹനവ്യവസ്ഥയുടെ തകരാറിലേക്കോ നയിക്കാം. ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലൂടെയും ആയുർവേദത്തിലെ ലളിതമായ ഒറ്റമൂലികളിലൂടെയും അസിഡിറ്റിയെ എങ്ങനെ വേരോടെ ഇല്ലാതാക്കാമെന്ന് ഈ 5 മിനിറ്റ് വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദ പ്രകാരം ഇതിനെ അമ്ലപിത്തം എന്ന് വിളിക്കുന്നു. നമ്മുടെ ഉദരത്തിലെ അഗ്നി മന്ദഗതിയിലാകുകയും പിത്തം അമിതമായി വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് പുളിച്ച തികട്ടലും നെഞ്ചരിച്ചിലും ഉണ്ടാകുന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന തെറ്റുകൾ: അമിതമായ എരിവും പുളിയും, എണ്ണയിൽ വറുത്തതും മസാല കൂടിയതുമായ ഭക്ഷണങ്ങൾ, കൃത്യമല്ലാത്ത ഭക്ഷണ സമയം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും വിശപ്പില്ലാത്തപ്പോൾ അമിതമായി കഴിക്കുകയും ചെയ്യുന്നത്, ഉറക്കവും ഭക്ഷണവും, ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുന്ന ശീലം, ചായയും കാപ്പിയും. വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് അസിഡിറ്റിക്ക് പ്രധാന കാരണമാണ്. അസിഡിറ്റി കുറയ്ക്കാൻ വീട്ടിൽ ചെയ്യാവുന്ന അത്ഭുത വഴികൾ: കൽക്കണ്ടവും ജീരകവും. 1 ടീസ്പൂൺ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലൽപ്പം കൽക്കണ്ടം ചേർത്ത് കുടിക്കുന്നത് പിത്തത്തെ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. നെല്ലിക്ക. അസിഡിറ്റിയുടെ ശത്രുവാണ് നെല്ലിക്ക. ദിവസവും 1 നെല്ലിക്ക കഴിക്കുകയോ നെല്ലിക്കപ്പൊടി തേനിൽ ചാലിച്ച് കഴിക്കുകയോ ചെയ്യുന്നത് നെഞ്ചരിച്ചിൽ പെട്ടെന്ന് കുറയ്ക്കും. ഇളനീർ. ദിവസവും 1 ഇളനീർ കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും വയറ്റിലെ അസ്വസ്ഥത മാറ്റാനും സഹായിക്കും. ഉലുവവെള്ളം. തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വയറ്റിലെ പുണ്ണുമാറാനും ഗ്യാസ് കുറയ്ക്കാനും ഉത്തമമാണ്. ആഹാരക്രമം ഇങ്ങനെ ക്രമീകരിക്കാം. രാത്രി ഭക്ഷണം. കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കുക. ഒഴിവാക്കുക: അമിതമായ മധുരപലഹാരങ്ങൾ, തൈര് രാത്രിയിൽ കഴിക്കരുത്, ബേക്കറി വിഭവങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഉള്ളിൽ തണുപ്പ് നൽകുന്നവ. ഭക്ഷണത്തിൽ മല്ലിയില, പുതിന, ഇഞ്ചി എന്നിവ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്തും. പ്രാണായാമം. ശീതളി പ്രാണായാമം ചെയ്യുന്നത് ശരീരത്തിലെയും വയറ്റിലെയും അമിത ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ജീവിതശൈലി മാറ്റാതെ മരുന്നുകൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. ശ്രദ്ധിക്കുക: വയറ്റിൽ കഠിനമായ വേദനയോ മലത്തിലൂടെ രക്തം പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അൾസറാകാം. അങ്ങനെയുള്ളവർ അമാന്തിക്കാതെ ആയുർവേദ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.